ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി സാറിനോടൊപ്പം ഉണ്ടാകും. ആ ഉറപ്പ് ഞങ്ങൾ തരികയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെ ആയിരുന്നതായ 2 സഭാമൂപ്പന്മാർ, അതുപോലെ തന്നെ ഇവിടെ ആയിരുന്നതായ പ്രിയ സാറ്, ടീച്ചർ, പ്രിയ സഹോദരങ്ങൾ, ഉച്ചപ്പുറം വന്നിരിക്കുന്ന എല്ലാവരും, പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളൊക്കെ വീഡിയോ ചിത്രീകരിച്ച് അയക്കുന്നതായ സർ രാജി, നമ്മുടെ എല്ലാ സൗകര്യങ്ങളെയും കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ സമയം നമുക്ക് പാട്ടിന്റെ ഒരു ചരണം നമുക്ക് പാടാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ എന്ന പാട്ടിന്റെ ഒരു ചരണം മാത്രമേ നമ്മൾ പാടുന്നുള്ളൂ. അതായത് 576-ാമത്തെ പാട്ട്. ആ പാട്ടിന്റെ ഒരു ചരണം നമുക്ക് പാടി പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ എല്ലാവരും എഴുന്നേറ്റ് പ്രാർത്ഥിച്ചതിന് ശേഷം സോൺ സാർ പ്രാർത്ഥിച്ച് നമ്മൾ തുറന്ന പാദ ശുശ്രൂഷയ്ക്കായിട്ട് പോകുന്നത്. സഹോദരിമാര് ഈ സഭയുടെ ഈ ഇടത് ഭാഗത്ത് ഇരിക്കുകയും സഹോദരന്മാര് നമുക്കിവിടെ അത് ചെയ്യുകയും ചെയ്യാം. എല്ലാവരും കഴിഞ്ഞതിന് ശേഷം ഇനി കയറണ്ട, ആ ഫ്രണ്ടിൽ വന്ന് നമ്മുടെ ആ സിറ്റ് ഔട്ടിൽ നിൽക്കുക. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ബാക്കി ഒരുക്കങ്ങൾ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ഇതിന്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുന്നത്. നമുക്ക് ഈ പാട്ടിന്റെ ഒരു ചരണം നമുക്ക് പാടാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹ സ്നേഹത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹ സ്നേഹത്തെ. ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ, പകരമെന്ത് നൽകും ഞാനിനി. ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ, ആടിപ്പിണര് കണ്ടുക സ്നേഹത്തെ. സൗഖ്യമാക്കും യേശുവിൻ സ്നേഹത്തെ, ആടിപ്പിണര് കണ്ടുക സ്നേഹത്തെ. സൗഖ്യമാക്കും യേശുവിൻ സ്നേഹത്തെ. പകരം എന്ത് നൽകും ഞാനിനി. ആരോഗ്യം നൽകുന്നു ഞാനിനി. പകരം എന്ത് നൽകും ഞാനിനി. എന്നാരോഗ്യം നൽകുന്നു ഞാനിനി. ക്രൂശിൽ കണ്ടു നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹ സ്നേഹത്തെ. പകരം എന്ത് നൽകും ഞാനിനി. ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. ഈ സമയം നമ്മുടെ ഹൃദയം പൂർണ്ണമായും നമ്മുടെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ഈ ശുശ്രൂഷയുടെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് നമ്മൾ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവിനോട് താഴ്മയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മെ ദൈവകരങ്ങളിൽ കൊടുത്തുകൊണ്ട് നമുക്ക് സന്തോഷത്തോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സംബന്ധിക്കാം. അതിനു മുന്നേ നമ്മുടെ കണ്ണുകളെല്ലാം നമുക്ക് അടയ്ക്കാം. പ്രിയദാസനമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെടുന്ന ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹവും മനോഹരമായ ഈ വിശുദ്ധ ദിവസത്തിന്റെ നല്ലൊരു പകൽക്കാലം ഇപ്രകാരം കർത്താവേ, ദൂരത്തും ചാരത്തുമായിരുന്ന അടിയങ്ങൾക്ക് ഈ വിശുദ്ധ ആലയത്തിൽ കൂടി വരുവാനും അങ്ങയുടെ മക്കളായിരിക്കുന്ന അടിയങ്ങൾക്ക് കർത്താവേ, അങ്ങയുടെ പത്യോപദേശത്തിൽ നിലനിന്നുകൊണ്ട് അങ്ങയുടെ തിരുവചനങ്ങളെ ധ്യാനിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അടിയങ്ങൾക്ക് നൽകിയ നല്ല സാവകാശത്തെ ഓർത്ത് അടിയങ്ങളെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഈ ഭാഗ്യം ലഭിക്കാതെ അനേക കാര്യങ്ങൾ ഈ ദേശത്തും ഞങ്ങളുടെ ദേശങ്ങളിലും പല ഭവനങ്ങളിലും പല ഇടങ്ങളിലും ഒക്കെയുമായി വ്യർത്ഥമായി അത് രോഗഭാരത്തിന്റെ നടുവിലും പ്രയാസത്തിലും മരണഭീതികളിലൊക്കെയും ആയിരിക്കുന്ന ജനത്തെ അടിയങ്ങൾ ഓർക്കുമ്പോൾ അവരിൽ നിന്നൊക്കെയും വ്യത്യസ്തമായ